ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത വ്യക്തിയാണല്ലോ താങ്കൾ. എല്ലാവരും വിമർശിച്ച, വളരെയധികം അതിനെതിരായിട്ടുള്ള നീക്കങ്ങളുണ്ടായ ഒരുപാട് പേർ അതിനെ എതിർക്കുകയും ചെയ്തു. അങ്ങനെ നിന്ന ഒരു അയ്യപ്പ സംഗമത്തിലേക്ക് എന്തുകൊണ്ടാണ് പോയത്? ആ അയ്യപ്പ സംഗമത്തിനെ, സർക്കാർ നടത്തിയ പരിപാടിയെ, പമ്പാതീരത്തെ പ്രോഗ്രാമിനെ താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഞങ്ങളെ സംബന്ധിച്ച്, കാരണം ഞാൻ മലയോരത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ശബരിമലയുടെ ഓരോ വികസനവും ഞങ്ങളുടെ മലയോര പ്രദേശത്തിൻ്റെ വികസനമാണ്. അപ്പോൾ എന്ത് പ്രോജക്റ്റ് വന്നാലും, അത് ഏത് ഗവൺമെൻറ് വന്നാലും, അത് മലയോരത്തിൻ്റെ വികസനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ സംഗമത്തിൽ പങ്കെടുത്തത്. പിന്നെ വിവാദങ്ങളെ സംബന്ധിച്ച് നമുക്ക് അതിനകത്ത് മറുപടിയില്ല. കാരണം അത് വേറെ പൊളിറ്റിക്സാണ്. നമുക്കതിന് മറുപടി പറയാൻ പറ്റില്ല. അത് പക്ഷേ എങ്കിൽ തന്നെയും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇതിനകത്ത് പങ്കാളിയാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പന്തളത്ത് നടന്ന പരിപാടിയെ എങ്ങനെയാണ് കാണുന്നത്? അത് ശരിയല്ല എന്ന് കരുതുന്നു? ഇല്ല, പന്തളവും ഇതുമായിട്ട് ഞങ്ങളതിനെ പന്തളമെന്നോ അല്ലെങ്കിൽ പമ്പയെന്നോ വ്യത്യാസം കാണുന്നില്ല. അത് ശബരിമലയുടെ വികസനം ആര് നടത്തിയാലും, ആരിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പിന്നെ പമ്പ സമ്മേളനം നടത്തട്ടെ, ഞങ്ങൾ പോവും. ഞങ്ങളെ ക്ഷണിച്ച് ഞങ്ങൾ പോവും. ഇപ്പം ഞങ്ങൾക്ക് ക്ഷണം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ഞങ്ങൾ പോയി. ഞങ്ങളുടെ വിഷയങ്ങളോട് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അയ്യപ്പ സംഘത്തിന് മുമ്പേ ഞങ്ങൾ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം വിളിച്ച് വിഷയം പറഞ്ഞാണ്. ശബരി റെയിൽവേയും വിമാനത്താവള പദ്ധതിയും ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ചയാകണമെന്ന് പറഞ്ഞിരുന്നു. ആ സംഗമത്തിൻ്റെ തലേദിവസം ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ കൃത്യമായതിന് മറുപടിയായി. അതിന് അനുബന്ധമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിശദമായ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷമാണ്. ഇപ്പം അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഈ സംഗമത്തിൻ്റെ അല്ലെങ്കിൽ ഈ പന്തളത്തെ പ്രോഗ്രാമിൻ്റെ അനന്തരഫലം എന്താണ് നമ്മൾ കാത്തിരിക്കുകയാണ്. അത് വരട്ടെ, വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. ഈ തെരഞ്ഞെടുപ്പിനെയൊക്കെ സ്വാധീനിക്കുന്ന പരിപാടിയായിട്ടാണ് രണ്ട് പാർട്ടികളും ഇല്ലെങ്കിൽ രണ്ട് കൂട്ടരും ഇതിനെ കണ്ടത്. അപ്പോൾ രണ്ടിനകത്തും വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ശരിക്കും ആ രാഷ്ട്രീയം ഉയർത്തേണ്ട വേദി ആയിരുന്നോ ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട രണ്ടിടങ്ങളും? അല്ലേ, അങ്ങനെ ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. കാരണം ഒരു സ്വാഭാവികമായി സാധാരണപ്പെട്ട ഒരാൾ അതിനെ അങ്ങനെ കണ്ടാൽ കാണുന്ന കക്ഷിയെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മലയോര നിവാസികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ശബരിമലയെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വിവാദമാക്കാനോ വിവാദഭൂമിയാക്കാനോ ഞങ്ങൾ തയ്യാറല്ല. ആരും ആക്കാൻ പാടില്ല. പക്ഷെ അതെങ്കിൽ ഇങ്ങനൊരു പശ്ചാത്തലം ഉണ്ടായതിൽ നമുക്കതിനകത്ത് അതിയായ ഖേദമുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞു കേട്ടത് ആൾ കുറവായിരുന്നു, വളരെ ഈ പറയുന്ന ആൾക്കാരില്ലായിരുന്നു, ഒഴിഞ്ഞ കസേരയായിരുന്നു. പിന്നീട് ഗൗതം മാസ്റ്റർ പറഞ്ഞത് ആയിരുന്നു, അത് വെറുതെ എടുത്ത പിക്ചറാണ്, അത് ശരിക്കുള്ളതല്ല എന്നൊക്കെ പറഞ്ഞു. ശരിക്കും നമ്മൾ അതിനെ പറ്റിയുള്ള ചർച്ച അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാനൊരു കാര്യം വ്യക്തമായി ചോദിക്കുന്നത്, ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്താണ് ചർച്ച ചെയ്തത്? ശബരിമലയുടെ വികസനമാണ് അവരോട് സംസാരിച്ചത്. ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേങ്കിൽ പറഞ്ഞല്ലോ, അപ്പം ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ സംഗമം നടന്നിട്ട്. അടുത്ത നടപടിക്രമം എന്താണെന്ന് നോക്കട്ടെ, നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. അതല്ലേ അതിനകത്തൊരു ഒരു മാന്യമായ നടപടിക്രമം എന്ന് പറയുന്നത്. കാരണം പിന്നുള്ളത് ആൾ കുറഞ്ഞ വിഷയങ്ങൾ. വിവാദം നടക്കുമ്പോൾ നമ്മളതിനകത്തൊരു കക്ഷിയാകുന്നത് ശരിയല്ല. പക്ഷേ എങ്കിൽ തന്നെയും ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് ആളുണ്ടായിരുന്നു. ഇത് കൂടാതെ 2 സ്റ്റേജ് വേറെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് ആൾ പോയിട്ടുണ്ട്. മറ്റുള്ള വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് ശരിയല്ലല്ലോ. കാരണം അങ്ങനെ തന്നെ വിവാദം അങ്ങ് പോട്ടെ. നമ്മളെ സംബന്ധിച്ച് നമ്മളതിനകത്തൊരു വിവാദത്തിൻ്റെ കക്ഷിയാകാൻ താല്പര്യപ്പെടുന്നില്ല. ശരി, ഞാൻ ആ വിവാദങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും മാറ്റിവെക്കുന്നു. അടുത്ത അങ്ങയുടെ പ്രധാനപ്പെട്ട മേഖലയിലേക്ക് വരുന്നു. ശബരി റെയിൽ പദ്ധതി. അതിൻ്റെ നീണ്ട കാലത്തെ സമരനായകനായിട്ട് ആ ഭൂമിയിലുണ്ടായിരുന്ന ആൾ. എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ പ്രതീക്ഷ ശബരി റെയിൽ പദ്ധതി വരുമ്പോഴുള്ളത്? ഇപ്പം ശബരി റെയിൽവേ പദ്ധതിയെ സംബന്ധിച്ച് ഏകദേശം 2.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളൊരു പ്രൊജക്റ്റാണ്. ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വളരെ പ്രതീക്ഷയോടെയാണ് മലയോര നിവാസികൾ അല്ലെങ്കിൽ അയ്യപ്പഭക്തന്മാർ കാണുന്നത്. കാരണം ഏകദേശം 2.5 പതിറ്റാണ്ട് മുമ്പേ ഉള്ള പ്രോജക്റ്റ് ചർച്ചയ്ക്ക് വരുന്നു. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ താല്പര്യത്തിൽ നിൽക്കുന്നു. അതിൽ കൂടുതൽ താല്പര്യമായി പിന്നെ സെൻട്രൽ ഗവൺമെൻറ് നിൽക്കുന്നു. അപ്പം ഈ 2 സർക്കാരും കൂടെ ബന്ധപ്പെട്ട് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി
അത് ട്രെയിൻ ഓടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അത് എരുമേലി വരെയല്ല. നമ്മുടെ ആവശ്യം എരുമേലി നിർത്താതെ ഈ പാത വിഴിഞ്ഞത്തേക്ക് പൂർത്തീകരിച്ച് വിഴിഞ്ഞം പ്രൊജക്റ്റ്, നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം പ്രൊജക്റ്റ് നടപ്പിലാക്കുമ്പോൾ അപ്പോൾ ശബരി റെയിൽവേയും ഓടി അവിടെ എത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശബരിമലയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന മലയോര വികസനത്തിൻ്റെ പദ്ധതികളുടെ എല്ലാം ഒപ്പം പറഞ്ഞു കേട്ട മറ്റൊരു പദ്ധതിയാണ് ശബരിമല വിമാനത്താവളം. ഏറെ വിവാദങ്ങൾ, ഒന്നിൽ തൊടുത്തി വിമാനങ്ങൾ. ഇതിന് മുമ്പേ വന്ന വിവാദമായിരുന്നു ആറന്മുളയിൽ എന്തിനങ്ങനെ ഒരു വിമാനത്താവളം എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് റീസണൊന്നും പറയില്ല, മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു വിമാനത്താവളം എന്ന സ്വപ്നമാണ് പലരും പറഞ്ഞത്. പക്ഷേ ശബരിമല അങ്ങനെയല്ല. ശബരിമലയിൽ ഒരു വിമാനത്താവളം ഒരുക്കി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് വലുതാണ്. കാരണം അവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് അതൊരു സീസണലായിട്ട് മാത്രമല്ല, ടൂറിസവുമായിട്ട് കൂടെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ശരിക്കും പ്രായോഗികമാണോ ശബരിമല വിമാനത്താവള പദ്ധതി? അതെന്താ അല്ലാതെ ചിന്തിക്കാൻ കാരണം എന്താ? കാരണം ശബരിമല അയ്യപ്പഭക്തന്മാർക്ക് വേണ്ടി മാത്രമല്ല വിമാനത്താവളം. അത് മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ ഒരുപാട്, അതായത് നല്ലൊരു ഭാഗവും ആൾക്കാരും വിദേശത്ത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അത് പത്തനംതിട്ട മാത്രമല്ലല്ലോ, പിന്നെ കോട്ടയം ജില്ലയും പിന്നെ ഇടുക്കി ജില്ല, അതുപോലെ തന്നെ കൊല്ലത്തിൻ്റെ കുറേ ഭാഗം, തമിഴ്നാടുമായിട്ട് ആലപ്പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഗുണപരമാണ്. അപ്പോൾ വിവാദം, എല്ലാത്തിനും വിവാദം ഉണ്ടല്ലോ, വിവാദമില്ലാതൊരു പ്രൊജക്റ്റ് ഇല്ല. പക്ഷെങ്കിൽ വിവാദം പറയുന്നവരൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് മലയോര പ്രദേശം ഇങ്ങനെ കടന്നാൽ മതിയോ? ഇപ്പം മലയോര പ്രദേശത്ത് ഈ വിമാനത്താവളം വരുമ്പോൾ നമുക്കൊന്ന് സാങ്കല്പികത്തിൽ നോക്കാം. കാരണം ഒരു 4 വശവും പച്ചപ്പ് നിറഞ്ഞ 100% പ്രകൃതിരമണീയമായ ഒരു വിമാനത്താവളമായിരിക്കും. അതിൻ്റെ പേര് തന്നെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്നാണ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മലയോര നിവാസികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അയ്യപ്പഭക്തന്മാരെ സംബന്ധിച്ച് ഒരു സ്വപ്നമാണത്. അപ്പം ശബരിമലയുടെ പ്രസിദ്ധി അത് വാനോളം ഉയരുകയാണ് സാധനം. മറ്റുള്ള രാജ്യത്തു നിന്ന് വരുന്ന അയ്യപ്പഭക്തന്മാർക്ക് വരാനും അയ്യപ്പനെ തൊഴാനും, അതുപോലെ തന്നെ മറ്റുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പം ശബരിമല മാത്രമല്ലല്ലോ, അപ്പം വാവരുപള്ളിയുണ്ട്, പിന്നെ മാരാൺ കൺവെൻഷൻ, അതുപോലെ തന്നെ ഭരണങ്ങാനം പള്ളി. അപ്പോൾ ഒരു ഭാവം മാത്രമല്ല, മറ്റുള്ള സർവമത മായി ബന്ധപ്പെട്ട് കണക്റ്റായി കിടക്കുന്നൊരു പ്രൊജക്റ്റാണ് ശബരിമല എയർപോർട്ടും അതുപോലെ തന്നെ ശബരി റെയിൽവേ പദ്ധതി. ഈ 2 പദ്ധതികളും സമാന്തരമായി തന്നെ നടപ്പിൽ വരുത്തേണ്ടതാണ്. എത്ര ദൂരമുണ്ട് ഈ വലിയ സ്വപ്നങ്ങളിലേക്ക്? ആ ദൂരത്തിൻ്റെ ഒരു അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിനൊരു പ്രതീക്ഷയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം. ഇതെന്തുമാത്രം ഫലം കാണുമെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്കിലും വലിയ ദൂരം ഇല്ല എന്ന് തന്നെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അത് നമ്മുടെ ഉദ്ദേശം അതാണല്ലോ. അത് പ്രതീക്ഷയാണ് നമ്മളൊക്കെ അവിടെ പോയത് തന്നെ. അപ്പോൾ എന്തുമാത്രം അത് ഫലപ്രദമായോ നമുക്കിപ്പോൾ ഒരു മാർക്കിടാൻ പറ്റില്ല. കാരണം അയ്യപ്പ സംഗമം നടന്നിട്ട് ഇപ്പം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അത് വരുമ്പോൾ ദിവസങ്ങൾ നമുക്ക് നോക്കാം എന്തായി സംഭവിക്കുന്നു നോക്കാം. ഈ ശബരിമലയുടെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ 2 പദ്ധതിയും അവതരിപ്പിക്കപ്പെടുന്നത് എന്നത് പ്രധാനം. പക്ഷേ ഇതല്ലാതെ മലയോര മേഖലയിലേക്ക് അങ്ങ് പറഞ്ഞതുപോലെയാണെങ്കിൽ ഏതാണ്ട് എറണാകുളത്തിൻ്റെ ഔട്ടറിൽ നിന്ന് ആരംഭിച്ച് വരുന്ന, അങ്കമാലിയിൽ നിന്നാണല്ലോ റെയിൽവേ ആരംഭിക്കുന്നത്, അവിടെ നിന്ന് ആരംഭിച്ച് ഈ പത്തനംതിട്ട വഴി നേരെ വിഴിഞ്ഞത്തേക്ക്, അതായത് കേരളത്തിൻ്റെ മധ്യത്തിലൂടെ ഒരു വരച്ചതുപോലെ ഒരു വലിയ റെയിൽവേ പദ്ധതി വന്നിറങ്ങുമ്പോൾ അത് മലയോര മേഖലയുടെ മുഴുവൻ വികാസത്തിന് കാരണമാകും എന്നൊരു പ്രതീക്ഷ വയ്ക്കാൻ കഴിയുമോ? അത് സംശയമില്ല, എന്നതൊരു സംശയമൊന്നുമില്ല. കാരണം ഈ യാത്രാക്ലേശം പരിഹരിക്കുന്നത് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിൽഗ്രെയിം, ടൂറിസം, വാണിജ്യം, പ്രത്യേകിച്ച് വിഴിഞ്ഞം പ്രൊജക്റ്റൂടെ യാഥാർത്ഥ്യമാകുമ്പോൾ ഈ നമ്മുടെ ഫ്ലൈവുഡ് ഫാക്ടറി അടക്കം, പൈനാപ്പിൾ കൃഷി അടക്കം ഒട്ടനവധി ഗുണങ്ങളാണ്. ഇപ്പം നേരിട്ട് നമ്മുടെ ഒരു പ്രൊജക്റ്റ്, നമ്മുടെ ചില പ്രൊഡക്റ്റുകൾ ആഗോളതലത്തിലേക്ക് പെട്ടെന്ന് വ്യാപിപ്പിക്കുകയാണ്. അത് നിസ്സാര വിഷയമല്ലല്ലോ. പക്ഷെ അത് എത്രയും വേഗം യാഥാർത്ഥ്യമാകുക എന്നുള്ളതാണ് വിഷയം. അത് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അല്ല സർക്കാരിനകത്ത് മുൻകൈ എടുത്തേ പറ്റൂ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ കുഴപ്പമില്ല, അവരുടെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആവശ്യം ഇതാണ്. അതായത്
ഇപ്പോൾ ഒരു ആഗോള അയ്യപ്പ സംഘം നടത്തി ശബരി റെയിൽവേയും ശബരിമല വിമാനത്താവളമൊക്കെ ചർച്ചയ്ക്ക് മൊത്തം തന്നെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് മറ്റുള്ള സ്റ്റേറ്റിലെ മന്ത്രിമാരെ കണ്ട് അവരുടെ മുഖ്യമന്ത്രിമാരെ കണ്ട് ഒരു സംയുക്ത നിവേദന സംഘം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് അപ്പോൾ അത്രമാത്രം ഗൗരവത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനകത്ത് താല്പര്യം എടുക്കുമെന്നാണ് നമ്മുടെ ആഗ്രഹം, നമ്മൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും അത് എത്രയും വേഗം നടപ്പിലാവട്ടെ. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.